ഹായ് എവ്രി വൺ, വെൽക്കം ടു മീനൂസ് മെനു. അപ്പോൾ ഈ മാമ്പഴ സീസണിൽ നമുക്ക് നല്ലൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി ആയാലോ. അപ്പോൾ നല്ല നാടൻ രീതിയിൽ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ 2 മാമ്പഴമാണ് യൂസ് ചെയ്യുന്നത്. നോർമലി മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ നാട്ടുമാങ്ങ എന്ന് പറയുന്ന ചെറിയ ടൈപ്പ് മാമ്പഴമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഇതുപോലത്തെ മാമ്പഴം വെച്ചിട്ട് നല്ല മധുരവും ലേശം പുളിയോട് കൂടി വരുന്ന ഒരു ടൈപ്പ് മാമ്പഴമാണിത്. ഇത് വെച്ചാണ് നമ്മളിന്ന് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ആവശ്യമായിട്ടുള്ള മാമ്പഴമെല്ലാം നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പുളിശ്ശേരിയിലേക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇതെങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഈ മാമ്പഴം എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യമേ അതിൻ്റെ സൈഡിലുള്ള ഒരു ഫ്ലഷ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം അത് തീരെ ചെറിയ പീസായിട്ടല്ല, ഒരല്പം വലിപ്പമുള്ള രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. കാരണം മാമ്പഴ പുളിശ്ശേരിയിലേക്ക് നമ്മൾ ഒത്തിരി ചെറുതായിട്ടുള്ള പീസ് ഇട്ട് കൊടുത്താൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ അത് ഉടഞ്ഞു പോകാനും മൊത്തത്തിൽ അതൊന്ന് കുഴഞ്ഞു പോകാനും മാമ്പഴം നമുക്ക് ഒട്ടും തീരെ കാണാൻ പറ്റാത്ത രീതിയിൽ അത് മൊത്തത്തിൽ അലിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്ത് എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ മാങ്ങയുടെ സീഡ് അല്ലെങ്കിൽ മാങ്ങാണ്ടിയുടെ സൈഡിലുള്ള ഒരു ഫ്ലഷ് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. അത് നമ്മൾ അതുപോലെ തന്നെയാണ് വെക്കാൻ പോകുന്നത്. കാരണം അത് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പം അതിൽ കുറച്ച് ഫ്ലഷൊക്കെ ഉള്ളതാണ് നമ്മൾ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റിയറൊക്കെ ആയിട്ട് തോന്നുന്നത്. അപ്പം ഈ ഒരു മാങ്ങ നമ്മളിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റാ മാങ്ങയും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ആവശ്യമായിട്ടുള്ള മാമ്പഴമെല്ലാം നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ നമ്മുടെ ഇന്നത്തെ നല്ല നാടൻ മാമ്പഴ പുളിശ്ശേരി നമ്മൾ ഈ മൺചട്ടിയിലാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ച മാമ്പഴമെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 6 പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ മാങ്ങയൊന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് 1 ഗ്ലാസ് വെള്ളം കൂടെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മാമ്പഴം മിക്സ് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നമ്മളൊരു 5 മുതൽ 10 മിനിറ്റ് വരെയാണ് ഇത് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിന് ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. മാങ്ങ പെട്ടെന്ന് തന്നെ നന്നായിട്ടത് കുക്കായി കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങയെല്ലാം നമ്മളൊന്ന് വേവിക്കാൻ വേണ്ടി ഇപ്പം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്കൊന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളതും നമുക്ക് നോക്കാം. അതിനായിട്ട് 1/4 കപ്പ് ചിരകിയ തേങ്ങ നമുക്ക് ഈ പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ചെറിയ ഉള്ളിയും 1/4 ടീസ്പൂൺ ജീരകവും എരിവിനനുസരിച്ചുള്ള കാന്താരി മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാന്താരി മുളകാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ സാധാ രീതിയിലുള്ള പച്ചമുളകും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പെല്ലാം നല്ല പേസ്റ്റായിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മൂടി ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ആവശ്യമായിട്ടുള്ള മാമ്പഴമെല്ലാം ആ ഒരു കറക്റ്റ് പരുവത്തിനിവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ച അരപ്പ് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പെല്ലാം നന്നായിട്ട് ഇവിടെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തൈര് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം 1.5 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, തൈര് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊത്തിരി വെട്ടി തിളയ്ക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് പെട്ടെന്ന് പിരിഞ്ഞു പോവും. അതുകൊണ്ട് തൈര് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ചെറുതായിട്ടൊന്ന് അതിൽ നിന്ന് ആവി പറക്കുന്ന കാണുമ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ആവശ്യമായിട്ടുള്ള കടുകെല്ലാം ഒന്ന് പൊട്ടിക്കാം. അതിനായിട്ട് ഈ പാത്രത്തിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് നമുക്കൊരല്പം ഉലുവ ഇട്ട് കൊടുത്ത് ഉലുവ കളറൊന്ന് മാറി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കാവുന്നതാണ്. കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് ഒരല്പം ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കളറൊന്ന് മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി, കറിവേപ്പില, വറ്റൽമുളകെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിച്ചത് ഞാൻ നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരല്പം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. അത് നമ്മുടെ പുളിശ്ശേരിക്ക് ഒരല്പം കളറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കടുക് പൊട്ടിക്കുമ്പോൾ അവസാനം അതിലേക്ക് ഒരല്പം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ, നല്ല അടിപൊളി നാടൻ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ രുചികരമായ മാമ്പഴ പുളിശ്ശേരി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പം മാമ്പഴം അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പെട്ടെന്ന് പോയി ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം താഴെയുള്ള കമൻറ്റ്സിൽ എഴുതി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പം മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Please do like, share and subscribe to my channel to see more delicious recipes from Meenu's Menu.